അങ്ങനെ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗിസ പ്ലാറ്റോയിൽ നമുക്ക് 3 പിരമിഡുകളാണ് കാണാൻ പറ്റുന്നത്. അതിന്റെ നടുക്കത്തെ പിരമിഡിന്റെ അകത്ത് മിക്കവാറും നമ്മുടെ ലോകത്തുള്ള എല്ലാവരും തന്നെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഡിസ്കവറി കണ്ടുപിടിച്ചിട്ടുണ്ട്. പിരമിഡ്സ് ആരാണ് പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഉത്തരവാണ് മനുഷ്യരുടെ 120ഓളം വർഷങ്ങളുടെ ഹാർഡ് സ്ലേവറിയുടെ ഒരു റിസൾട്ടന്റ് ആണ് ശരിക്കും പിരമിഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഉത്തരത്തിന് ഞാൻ ഇതുവരെയായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഈ കാണുന്ന പനമ കനാൽ ഏകദേശം 30 വർഷത്തോളം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ബുർജ് ഖലീഫ ഏകദേശം 6 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇതൊക്കെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് പണി തീർത്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ പണി തീർത്തത് 120 വർഷങ്ങൾ കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അവർക്ക് നടത്തിയെടുക്കാൻ പറ്റിയത്? അത് ഇതിന്റെ ഹൈറ്റും ഇതിന്റെ ആ ഒരു ഫുട് പ്രിന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം ബ്രില്യന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇവര് പറയുന്ന പോലെ 4500-5000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് 120 വർഷങ്ങൾ കൊണ്ട് ഇത്ര പ്രിസൈസ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് അവർ പണി തീർത്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ എന്റെ ഒപ്പം യോജിക്കുന്നില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ ലോകത്ത് തന്നെ ഞെട്ടിക്കാവുന്ന മിക്കവാറും ഈ സെഞ്ചുറിയിലത്തെ തന്നെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കവറികളിലെ ഒന്നാണ് ഇപ്പോൾ ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഗിസയിൽ കണ്ടുവരുന്ന 3 പിരമിഡുകളിന്റെ നടുക്ക് കണ്ടുവരുന്ന പിരമിഡിന്റെ പേരാണ് കാഫ്രെ പിരമിഡ്. സാറ്റലൈറ്റ് ഇമേജിങ്ങിലൂടെ, അതായത് സാർ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പിരമിഡിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പിരമിഡിന്റെ ഉള്ളിൽ, അതായത് ബേസ്മെന്റിനോട് ചേർന്നിട്ട് 5 ജൈഗാന്റിക് ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മുടെ ഗ്രേറ്റ് പിരമിഡിനകത്തുണ്ട്. അതായത് കിങ്സ് ചേംബറിന് തൊട്ടടുത്താണ് ഈ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. ഗ്രേറ്റ് പിരമിഡിന്റെ കേസിൽ ഈ സ്ട്രക്ചറിനെ വെയിറ്റ് റിലീവിംഗ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് ഈ പിരമിഡിന്റെ വെയിറ്റ് മൊത്തം റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ഈ സ്ട്രക്ചറിന്റെ യഥാർത്ഥ പേർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ അതെന്തായാലും നിങ്ങൾ കണ്ടേ പറ്റൂ. അപ്പൊ കാഫ്രെ പിരമിഡിന്റെ ബേസ്മെന്റിൽ കണ്ടുവരുന്ന ഈ 5 ഐഡന്റിക്കൽ സ്ട്രക്ചറിന്റെ തൊട്ട് താഴെയാണ് ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചത്. 8 ഐഡന്റിക്കൽ പില്ലേഴ്സ്, അതായത് 2 ഗ്രൂപ്പായിട്ട് 4 പില്ലേഴ്സ്, അതും ഒരു പില്ലറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 680ഓളം മീറ്റർ ഉണ്ട്. ഈ പില്ലർ കാഫ്രെ പിരമിഡിന്റെ ബേസ്മെന്റ് തൊട്ട് 680ഓളം മീറ്റർ ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞെട്ടാൻ വരട്ടെ, കുറച്ചുകൂടി പറയാനുണ്ട്. ഈ പില്ലർ ശരിക്കും ഒരു ഹോളോ ടൈപ്പ് പില്ലർ ആണെന്നാണ് പറയുന്നത്. അതും ഈ പില്ലറിന് ചുറ്റും ഒരു സ്പൈറൽ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ 8 പില്ലേഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോ തന്നെ നമ്മൾക്ക് ഞെട്ടല് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇനി ഞെട്ടാൻ കിടക്കുന്നുള്ളൂ. ഈ 8 പില്ലേഴ്സും ചെന്ന് അവസാനിക്കുന്നത് ഒരു വലിയ ക്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറിലാണ്. ഈ ക്യൂബിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 80 മീറ്റർ ബൈ 80 മീറ്റർ ബൈ 80 മീറ്റർ ആണ്. അതായത് 80 മീറ്റർ ക്യൂബ് വോളിയം ഉള്ള ഒരു ജൈഗാന്റിക് സ്ട്രക്ചറിന്റെ മുകളിലാണ് ഈ പില്ലർ നിൽക്കുന്നത്. ഇതേപോലെ ഒന്നല്ല, 2 ജൈഗാന്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്യൂബോയിഡൽ സ്ട്രക്ചറിലാണ് ഈ 8 പില്ലേഴ്സ് നിൽക്കുന്നത്. അതായത് ഈ പില്ലറിന് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. 600 മീറ്റർ മുകളിലേക്ക് ഇങ്ങനെ 8 പില്ലേഴ്സ് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അതിന് ചുറ്റും ഇങ്ങനെ സ്പൈറൽ പോലത്തെ ഒരു സംഭവം പോയിട്ടുണ്ടാവും. അതിന്റെ മുകളിലാണ് ശരിക്കും ഈ പിരമിഡ് നിൽക്കുന്നത്. അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ പറയില്ലേ. പിരമിഡ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സംഭവത്തിന്റെ ഒരു ബാലൻസ് മാത്രമായിരുന്നു. ഇത്രയും വർഷങ്ങൾ കൊണ്ട് മനുഷ്യരുടെ റിസർച്ചും ആർക്കിയോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്നത്. മനുഷ്യരുടെ കൈവശം ഇത്ര അധികം ടെക്നോളജി ഉണ്ടായിട്ട് പോലും 2025 മാർച്ച് 15-16 തീയതിയാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ഈ പില്ലറിന്റെ വലിപ്പം എന്തോരം ഉണ്ടെന്നുള്ളതിന്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ തരാം. ഐഫൽ ടവർ ഇല്ലേ, അതിന് 2 ഇരട്ടി ഹൈറ്റ് ഉണ്ട് കഴിഞ്ഞു. അതും ഈ താഴെ കാണുന്ന ഒരു ക്യൂബോയിഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം 25 നില ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പിന്നെയും ചോദിക്കാം. പിരമിഡ്സ് ശരിക്കും മനുഷ്യരാണോ പണിതത്? ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും ഇത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്? അതും ഇത്തരത്തിലെ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഈ ഒരു മൈൻഡ് ബ്ലോയിങ് ഡിസ്കവറിയും കൂടി ഡിസ്കവറി ചെയ്തതിന് സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല, അവർ വേറെ ലെവൽ ആൾക്കാരായിരുന്നു. ഈ ഒരു ഡിസ്കവറിക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചത് ഒരു സാറ്റലൈറ്റ് ഇമേജിംഗ് ടെക്നിക്കാണ്. ഇതിന്റെ പേരാണ് SAR, സിന്തറ്റിക് അപ്പർച്ചർ റേഡാർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. സാർ എന്ന് പറയുന്ന ടെക്നിക്സ് 1950-കളിൽ മുതൽ ഉപയോഗിച്ചു വരുന്ന ടെക്നിക്സ് ആണ്. പക്ഷെ ഭൂമിക്ക് അടിയിലുള്ള സംഭവങ്ങൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ടെക്നിക്കിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ് SAR ഡോപ്ലർ ടോമോഗ്രഫി ടെക്നിക്. ഇതിന്റെ അർത്ഥം വേറൊന്നല്ല, നമ്മുടെ ഭൂമിയിൽ എപ്പോഴും ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാവും, അതായത് മൈക്രോ വൈബ്രേഷൻസ് ഉണ്ടാവും. ഈ വൈബ്രേഷൻസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഭൂമിക്ക് അടിയിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഏകദേശം ഒരു അൾട്രാസോണിക് സ്കാനിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു വർക്കിംഗ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇത്ര നാളത്തെ കുഴപ്പം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ വൈബ്രേഷൻസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഡോപ്ലർ ടോമോഗ്രഫി ടെക്നിക്ക് വരുന്നത്. ഇത് ശരിക്കും സാറ്റലൈറ്റ് വഴിയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അങ്ങനെ 2022 ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഗിസയിലത്തെ ഗ്രേറ്റ് പിരമിഡിന്റെ അകത്തുള്ള ടോമോഗ്രഫി സ്കാൻ നമ്മൾ എടുത്തു നോക്കി. അതിന്റെ റിസൾട്ട് ഇന്ന് ഗ്രേറ്റ് പിരമിഡ്സിന് ഇന്റേണൽ സ്ട്രക്ചറും അതിന്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതും ഇത്രയും വർഷങ്ങളായിട്ട് ഗ്രേറ്റ് പിരമിഡ്സിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ പല രീതിയിൽ, അതായത് റേഡർ ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഏകദേശം ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പണ്ടത്തെ റിസൾട്ടും ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ റിസൾട്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം അത് കോഹറന്റ് ആണ്, അതായത് സെയിം ആണ്. അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, ഈ ഒരു ടെക്നിക്ക് പ്രൂവ്ഡ് ആണ്, അതായത് വർക്ക് ചെയ്യുന്ന 100% തെളിഞ്ഞ ഒരു ടെക്നിക്കാണ് ഇത്. അങ്ങനെ 2025 മാർച്ച് ആയപ്പോൾ, അതായത് ഈ മാസം, ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ച് കാഫ്രെ പിരമിഡ് സ്കാൻ ചെയ്ത് നോക്കി. അപ്പോഴാണ് വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, സാറ്റലൈറ്റ് ഇമേജിംഗിലൂടെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള 3D ഇമേജസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്? നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ 8 പില്ലേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ 5 സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ 8 പില്ലേഴ്സിന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു ക്യൂബ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര പ്രിസൈസ് ആയിട്ട് സാറ്റലൈറ്റ് ഇമേജിംഗിലൂടെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇതിന്റെ ഐഡിയ എന്താ വെച്ചാൽ, സാറ്റലൈറ്റ്സ് പല ആംഗിളിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവത്തെ സ്കാൻ ചെയ്യുക. അങ്ങനെ പല ആംഗിളിലൂടെ നമ്മൾ ഒരേ ഒബ്ജക്റ്റിനെ സ്കാൻ ചെയ്യുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടും. സാറ്റലൈറ്റ് സ്കാൻ ചെയ്ത ഒരു ഡേറ്റ ശരിക്കും ഒരു റോ ഡേറ്റ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ആ ഒരു റോ ഡേറ്റ ഇതേപോലുള്ള വിഷ്വൽ ഡേറ്റ ആക്കേണ്ടത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഫിലിപ്പോ എന്ന് പേരുള്ള ഇദ്ദേഹമാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡേറ്റ ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് കയറ്റുകയാണെങ്കിൽ നമുക്ക് വിഷ്വലി, നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഇത്തരത്തിലുള്ള ഇമേജസ് ഒക്കെ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ സോഴ്സ് എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് ഞാൻ എത്തിയത്. ഈ ഫേസ്ബുക്ക് പേജിന്റെ ഓണറിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ശരിക്കും എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും പെർമിഷൻ വേണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതായത് ഇത് സാറ്റലൈറ്റ് ഇമേജിംഗ് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രീതിയിലുള്ള പെർമിഷനോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതായത് ഗിസയിലത്തെ പിരമിഡ്സിൽ കാല് കുത്താണ്ട് തന്നെ നമുക്ക് അതിന്റെ അടിയിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു ഡിസ്കവറി എന്താണെന്ന് അറിയാം. ഗിസ പ്ലാറ്റോയുടെ താഴെ ഏകദേശം 2 കിലോമീറ്ററോളം വൈഡ് ആയിട്ടുള്ള ഒരു വലിയ ഗുഹ, ഒരു ഓട്ട അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഈ ഒരു വോയിഡ് കാഫ്ര പിരമിഡിന്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചറുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ അറിയാവുന്ന ഇൻഫർമേഷൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഈ ഒരു സമയം കൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇടാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് ശരിക്കുള്ള സയന്റിഫിക് സ്റ്റഡിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കോൺഫറൻസ്, ഏകദേശം 4 മണിക്കൂറോളം ലെങ്ത് ഉള്ള ഒരു കോൺഫറൻസ് 10 ദിവസങ്ങൾക്കാവും പുറത്തുവിടുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എന്ന് എനിക്ക് മനസ്സിലായത്. മിക്കവാറും അടുത്ത 10 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ലോകത്തെ തന്നെ ഞെട്ടിക്കാവുന്ന സീക്രട്സ് ആയിരിക്കും പുറത്തു വരുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഒരു 95% അണ്ടർഗ്രൗണ്ട് സിവിലൈസേഷൻ ആവാനുള്ള സാധ്യതകൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സെവിയത്ത് അൽ അരിയ എന്ന് പറയുന്ന ഒരു ജൈഗാന്റിക് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് മണ്ണുകൊണ്ട് മൂടിക്കളഞ്ഞ ഒരു സ്ട്രക്ചറാണത്. ഈ സ്ട്രക്ചർ ശരിക്കും ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റിൽമെന്റിലേക്കുള്ള ഒരു എൻട്രൻസ് ആണെന്നാണ് ശരിക്കും ഞാൻ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. മിക്കവാറും ഇതും അതായിട്ടൊക്കെ റിലേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു സ്ട്രക്ചർ ഗ്രേറ്റ് പിരമിഡ്സിന്റെ ഒരു പ്ലാറ്റോ ആയിട്ട് വളരെയധികം അടുത്താണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത ഈജിപ്ഷ്യൻ ആർക്കിയോളജിയൊക്കെ നമ്മൾ തിരുത്തി എഴുതേണ്ടി വരും. ഗിസയിൽ കണ്ടെടുത്ത ഗ്രേറ്റ് പിരമിഡ്സിന്റെ പേർപ്പസ് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എന്റെ റിസർച്ച് ആയിരിക്കും ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ അത് ഒരിക്കലും മിസ് ചെയ്യരുത്. അത് ശരിക്കും ഒരു 2 പാർട്ട് വീഡിയോ ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും ഞാൻ നാളെ ഇടാം. ഈ 3 വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിരമിഡ്സിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ പിരമിഡ്സ് ഗിസയിൽ മാത്രമല്ലല്ലോ കണ്ടുവരുന്നത്, മെക്സിക്കോയിൽ കണ്ടുവരുന്നുണ്ട്, ചൈനയിൽ കണ്ടുവരുന്നുണ്ട്, നമ്മുടെ ലോകത്തുള്ള പല സ്ഥലത്തും ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് ഇത്തരത്തിലുള്ള സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാനിരിക്കുന്നു എന്നാണ് ശരിക്കും ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളതും എന്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാറ്റലൈറ്റ് നേരെ അന്റാർട്ടിക്കയിൽ കൊണ്ടുപോയിട്ട് ആ അന്റാർട്ടിക്ക മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൂടി ഒന്ന് പുറത്തേക്ക് വിടണം. കാരണം അന്റാർട്ടിക്ക എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീക്രസി ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതും അന്റാർട്ടിക്കയിൽ ഇതേപോലുള്ള വലിയൊരു പിരമിഡിക്കൽ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. അത് ചിലപ്പോൾ ഒരു നാച്ചുറൽ ഫോർമേഷൻ ആയിരിക്കും. പക്ഷെ SAR ഉപയോഗിച്ച് അന്റാർട്ടിക്ക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതേപോലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മോനെ തീർന്ന്. ഇനിയിപ്പോൾ ഇത് കോൺസ്പിറസി തിയറി ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്നൊന്ന് നോക്കുക, നിങ്ങൾ റിയാലിറ്റിയിലേക്ക് ഒന്ന് വരാം. 100% പ്രൂവൺ ആയിട്ടുള്ള സയന്റിഫിക് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചിന്തകളൊക്കെ നിങ്ങളുടെ തലയിൽ നടന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്.
ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പിരമിഡ്സിന്റെ അകത്ത് കൊണ്ടുവരുന്ന 2 ബ്ലോക്സിന്റെ നടുക്ക് കൊണ്ടുപോയി വച്ച്, അതായത് രണ്ടിന്റെ ഒരു ജോയിന്റിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ക്രെഡിറ്റ് കാർഡിന്റെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. 4500, 5000, 5500 വർഷങ്ങൾക്ക് മുമ്പ് അവർ പണി തീർത്തു എന്നുള്ളതും, അത് 120 വർഷങ്ങൾ കൊണ്ട് അവർ ഇത്രയും വലിയ സംഭവം പണി തീർത്തു എന്നുള്ളതും, ഈ ഒരു സ്ട്രക്ചറിൽ എൻകോഡ് ചെയ്തിരിക്കുന്ന സയന്റിഫിക് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരിക്കലും ടാലി ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റ് പിരമിഡിനെ പറ്റിയിട്ട് നിങ്ങൾ ഇതുവരെയായിട്ടും കേൾക്കാൻ വഴിയില്ലാത്ത വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ മിക്കവാറും മലയാളത്തിൽ ഞാൻ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പിരമിഡ്സിന്റെ യഥാർത്ഥ പേർപ്പസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പൊ ഒരിക്കലും ആ വീഡിയോ മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതും കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം.